ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ റിസൾട്ട്സ് കണ്ടില്ലെങ്കിലും എങ്ങനെ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കാം എന്നുള്ള ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നുണ്ട്, വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഏറ്റവും ബെസ്റ്റ് എല്ലാ ദിവസവും കൊടുക്കുന്നുണ്ട്. പക്ഷെ മിററിൽ നോക്കുമ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഇരിക്കുന്നു. സ്കെയിൽ കയറി നിൽക്കുമ്പോൾ, വെയിങ് സ്കെയിൽ നോക്കുമ്പോൾ നമ്മുടെ വെയിറ്റ് അതേപോലെ തന്നെ. അപ്പോൾ നമ്മുടെ തലയിൽ ഒരു ചെറിയൊരു വിഷമം വരും. ഞാനിതൊക്കെ എന്ത് ചെയ്തിട്ടും ഒന്നും സംഭവിക്കുന്നില്ലല്ലോ, ഇനി എന്ത് ചെയ്യും? നമുക്കെല്ലാവർക്കും ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടല്ലേ. അപ്പോൾ ആ ഒരു ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ളൊരു ഫേസ്, നമ്മളെല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ റിസൾട്ടില്ല. പക്ഷെ ശരിക്കുള്ള ട്രൂത്ത് എന്താണെന്നറിയോ? നമ്മളിപ്പോൾ പോകുന്ന ആ ഒരു ഫേസാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫേസ് നമ്മുടെ ജേർണിയിൽ. ഈ ഒരു ഫേസാണ് നമ്മളെ ഒരു പുതിയൊരു ആളിലേക്ക് മാറ്റുന്നതും നമ്മൾ ക്വിറ്റ് ചെയ്യുന്നതും തമ്മിലുള്ള ആ ഒരു സെപ്പറേറ്റിംഗ് ഫേസാണത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ റിസൾട്ട് നമുക്ക് അല്ലെങ്കിൽ റിയൽ പ്രോഗ്രസ് പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റില്ല. ചിലപ്പോൾ അത് പെട്ടെന്ന് ചിലരുടെ ബോഡിയിൽ പെട്ടെന്ന് കാണും. ഡീപ്പ് ഇൻസൈഡ് യുവർ ബോഡി അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റിൽ, നമ്മുടെ ഹാബിറ്റ്സിൽ ഇതെല്ലാം നമുക്ക് റിഫ്ലക്റ്റ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കാം നമ്മുടെ ഹാബിറ്റ്സിൽ, നമുക്ക് റിസൾട്ട്സ് കണ്ടില്ലെങ്കിലും. അപ്പോൾ നമ്മുടെ എക്സസൈസിൽ, നമ്മുടെ ഡയറ്റിലെല്ലാം നമുക്ക് കൺസിസ്റ്റൻസി വേണം. അതെങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ പ്രോഗ്രസ് എപ്പോഴും ഒന്ന് ഡിലേ ചെയ്തിട്ടായിരിക്കും വരുന്നത്. നമ്മുടെ ബോഡി എന്ന് പറയുന്നത് ഒരു മെഷീനൊന്നുമല്ല. അതായത് പെട്ടെന്നൊരു പ്രോഗ്രാം ചെയ്യുമ്പോഴത്തേനും നേരെ തിരിഞ്ഞങ്ങ് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡി പയ്യെ ഹീൽ ചെയ്യാണ്, അഡ്ജസ്റ്റ് ചെയ്യാണ്, അതുപോലെ റീബിൽഡ് ചെയ്യാണ്. ഫാറ്റ് ലോസ് ഉണ്ടാവും, മസിൽ ഗെയിൻ ഉണ്ടാവും, ഇന്നർ സ്ട്രെങ്ത് ഉണ്ടാവും. ഇതെല്ലാം സൈലൻ്റ്ലി ആണ് നടക്കുന്നത്. അത് പുറത്തേക്ക് കാണുന്നതിന് മുന്നേ ഉള്ളിൽ നടക്കുന്നുണ്ട്. നമ്മളൊരു ചെടി നടുകയാണ്, ഒരു കുഞ്ഞു വിത്തിട്ടു, നമ്മൾ വെള്ളം ഒഴിച്ചു, പക്ഷേ കുറച്ച് നാളത്തെ നമ്മളൊന്നും കാണത്തില്ല അല്ലേ, അല്ലെങ്കിൽ കുറച്ച് ഡേയ്സ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അത് വളരുന്നില്ല എന്നല്ല. അതിൻ്റെ മീനിങ് പയ്യെ റൂട്ട്സ് വന്ന് അത് പുറത്തേക്ക് വരണ്ടേ, ഒന്ന് സ്ട്രോങ് ആവണം. അത് സെയിം തിങ് ആണ് നമ്മുടെ കേസിലും വരുന്നത്. നമ്മുടെ റൂട്ട്സ് നമ്മൾ ബിൽഡ് ചെയ്യണം. അപ്പോൾ ആ ഒരു ക്ഷമ നമ്മൾ കാണിക്കണം. പിന്നെ നമ്മുടെ റിസൾട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുക. അതായത് നമ്മുടെ സ്കെയിലിൽ കാണുന്ന നമ്പർ അതൊന്നും ആയിരിക്കരുത് നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. നമ്മളോട് തന്നെ ചോദിക്കുക, നമ്മൾ നന്നായിട്ട് ഉറങ്ങുന്നുണ്ടോ, കുറച്ചുകൂടി എനർജി ഫീൽ ചെയ്യുന്നുണ്ടോ, പിന്നെ ഇന്ന് നമ്മൾ ചെയ്തതിൽ നമ്മൾ പ്രൗഡായിട്ടിരിക്കുന്നുണ്ടോ. ഇതെല്ലാം നമ്മുടെ റിസൾട്ട്സാണ്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ അത് കാണണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും. പക്ഷേ നമ്മുടെ കൺസിസ്റ്റൻസി ഓൾറെഡി നമ്മളെ ചേഞ്ചസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക. പിന്നെ നമ്മുടെ റിസൾട്ട്സിലല്ല ഫോക്കസ് ചെയ്യേണ്ടത്, നമ്മൾ ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തിലാണ്. എനിക്ക് 10 kg കുറയ്ക്കണം എന്ന് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും എനിക്ക് ഇന്ന് 30 minutes മൂവ് ചെയ്യണം, എക്സസൈസ് ചെയ്യണം എന്ന് മാത്രം ചിന്തിക്കുക. പിന്നെ നമ്മുടെ ഗോൾ വെയ്റ്റ് അത് തന്നെ ഇങ്ങനെ മനസ്സിൽ ചെയ്യാതെ നല്ലൊരു ഡെയിലി റുട്ടീൻ ഉണ്ടാക്കുക. അത് നല്ല സ്ട്രോങ് ആയിരിക്കണം. അപ്പോൾ റിസൾട്ട്സ് താനേ വന്നോളും. നമ്മൾ ആ സിസ്റ്റത്തിൽ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പ്രഷർ ഉണ്ടാവില്ല. ആ പ്രഷർ വരുമ്പോഴാണ് നമുക്ക് കൺസിസ്റ്റൻ്റ് ആവാൻ പറ്റാത്തത്. പിന്നെ ഈ പ്രോസസ്സിൽ നിന്നും നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ ഡിറ്റാച്ച് ചെയ്യുക. അതായത് നമുക്ക് ചിലപ്പോൾ ഗുഡ് ഡേയ്സ് ഉണ്ടാവും, ബാഡ് ഡേയ്സ് ഉണ്ടാവും. ചില രാവിലെ നമുക്ക് നല്ല മോട്ടിവേഷൻ ആയിരിക്കും, ചില ദിവസം നമുക്ക് ടയേർഡായിരിക്കും, മോട്ടിവേഷൻ ഉണ്ടാവില്ല. ഇതെല്ലാം നോർമലാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു ഇമോഷൻസിൻ്റെ പുറത്തിട്ട് ഇന്ന് എനിക്ക് മോട്ടിവേഷൻ ഇല്ല, ഞാൻ ചെയ്യത്തില്ല, അത് അങ്ങനെ വിചാരിക്കരുത്. മോട്ടിവേഷൻ എപ്പോഴും നമുക്കൊരു സ്റ്റാർട്ടേ തരത്തുള്ളൂ. പക്ഷെ നമുക്ക് ഡിസിപ്ലിൻ അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആരൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ടോ അവർക്ക് എപ്പോഴും ഒന്നും ഗുഡ് ഡേയ്സ് ഉണ്ടായിട്ടില്ല, അവർക്ക് ബാഡ് ഡേയ്സും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവർ കൺസിസ്റ്റൻ്റ് ആവണമെന്ന് തീരുമാനിച്ചത് കൊണ്ടാണ് അവർക്ക് റിസൾട്ട്സ് ഉണ്ടായത്. ഇനി അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രസ് നമുക്ക് പല രീതിയിൽ ട്രാക്ക് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ കുറച്ച് വീക്സ് കൂടുന്തോറും ഫോട്ടോസ് എടുക്കാം. അപ്പോൾ ആ സ്കെയിലിലെ നമ്പർ നോക്കണ്ട, സീ ഹൗ യു എന്താ പറയുക, നമ്മളെങ്ങനെ നമ്മുടെ ഫോട്ടോയിൽ ഇരിക്കുന്നു, നമ്മൾ എനർജറ്റിക് ആയിട്ടാണോ, കുറച്ചും കൂടി വ്യത്യാസമുണ്ടോ നമ്മുടെ സ്കിന്നിന്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്.
പിന്നെ നമ്മൾ എത്ര പുഷപ്പ് എടുക്കുന്നു, എത്ര സ്ക്വാറ്റ്സ് എടുത്തു, നമ്മൾ തുടങ്ങിയതിനേക്കാളും നമുക്ക് പറ്റുന്നുണ്ടോ, ആ നമ്മുടെ സ്റ്റാമിന നമുക്കൊന്ന് ട്രാക്ക് ചെയ്യാം, നമ്മുടെ ഫ്ലെക്സിബിലിറ്റി ട്രാക്ക് ചെയ്യാം, നമ്മുടെ കോൺഫിഡൻസ് ട്രാക്ക് ചെയ്യാം. ചിലപ്പോൾ സ്കെയിലിലുള്ള നമ്പറിനേക്കാളും നമുക്ക് നമ്മുടെ എൻഡ്യൂറൻസ് ആയിരിക്കും ചിലപ്പം ചെയ്യുന്നത്. നമ്മുടെ ക്ലോത്ത്സ് കുറച്ച് ലൂസ് ആവാൻ തുടങ്ങും, നമ്മുടെ എനർജി ബെറ്റർ ആവാൻ തുടങ്ങും. അപ്പോൾ അതെല്ലാം നല്ല സൈൻസാണ്. അതുപോലെ നമ്മുടെ ജേർണി മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. എല്ലാവരുടെ ബോഡി ഡിഫറെൻ്റാണ്, മെറ്റബോളിസം ഡിഫറെൻ്റാണ്, അവരുടെ സ്റ്റോറീസും ഡിഫറെൻ്റാണ് അല്ലേ. നമ്മുടെ ഫ്രണ്ടിന് ചിലപ്പോൾ എളുപ്പം വെയിറ്റ് കുറയും, അതുപോലെ സോഷ്യൽ മീഡിയയിൽ ഒരാഴ്ച കൊണ്ട്, ഒരു മന്ത് കൊണ്ട് ഇത്രയൊക്കെ കുറഞ്ഞു. അതൊന്നും നമ്മൾ അത് വെച്ചിട്ട് നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. പക്ഷേ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ മാത്രമേ കാണുന്നുള്ളൂ. അവരെന്തൊക്കെയാണ് ചെയ്തത്, അവർ ക്രാഷ് ഡയറ്റാണോ ചെയ്തത്, വാട്ടർ ഡയറ്റാണോ ചെയ്തത്, ഇതൊന്നും നമുക്കറിയില്ല. സോ പിന്നെ മേ ബി അവർ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇരുന്നിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈലേ ഡിഫറെൻ്റ് ആയിരിക്കാം. അപ്പോൾ അതൊരിക്കലും നമ്മളായിട്ട് കമ്പയർ ചെയ്യേണ്ട. അത് നമ്മുടെ സന്തോഷവും നമ്മുടെ മോട്ടിവേഷനും പോവുകയുള്ളൂ. നമ്മളുടെ ജേർണിയിൽ നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുക. നമ്മൾ ഒരിക്കലും പുറകിലല്ല, നമ്മൾ സ്ലോലി ബിൽഡ് ചെയ്യുകയാണ്. ഇപ്പോൾ ഞാനൊരു 1 ഇയറാണ് ടാർഗറ്റ് വെച്ചിരിക്കുന്നത്. അപ്പം ഇന്ന് ഈ ഒരു വീക്ക് ഞാൻ കുറഞ്ഞോ ഇല്ലയോ എന്നും കൂടി ഫോക്കസ് ചെയ്യുന്നില്ല. സോ അങ്ങനെ നമുക്ക് ചിന്തിക്കുമ്പോൾ നമ്മൾ ഇന്ന് ഞാൻ ഇത്രയൊക്കെ ചെയ്തു എന്നുള്ളത്, എൻ്റെ വാച്ചിൽ 12,000 സ്റ്റെപ്സ് ഉണ്ട്. സോ ഐ എം ഹാപ്പി. എനിക്ക് അത്രയും സ്റ്റെപ്സ് എടുക്കാൻ പറ്റി, മീൻസ് ഞാൻ അത്രയും ആക്റ്റീവായിട്ടാണ് ഇന്ന് ഇരുന്നിരുന്നത്. പിന്നെ നമ്മളുടെ റിസൾട്ടിന് റിവാർഡ് കൊടുക്കുന്നതിനേക്കാളും നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അതിന് റിവാർഡ് കൊടുക്കുക. നമ്മുടെ ബ്രെയിന് ഈ റിവാർഡ്സ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ ചിലപ്പം ഓക്കെ നമുക്ക് ഇത്രയും അച്ചീവ് ചെയ്താൽ മാത്രമേ നമ്മൾ റിവാർഡ് കൊടുക്കുകയുള്ളൂ. അങ്ങനെയല്ല, നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇരുന്നാലും നമ്മൾ റിവാർഡ് കൊടുക്കുക. നമുക്ക് ഒരു വീക്ക് നമ്മൾ ക്ലീനായിട്ട് ഫുഡ് കഴിച്ചെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു റിവാർഡ്, ഫുഡ് തന്നെ ആവണമെന്നില്ല, നമുക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള ഒരു കുട്ടി സാധനം നമ്മൾ വാങ്ങിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഫുൾ വർക്കൗട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് എന്താണോ, സെൽഫ് കെയറോ എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ ബ്രെയിനിന് തന്നെ ഒരു കണക്ഷൻ വരും, ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ കുട്ടി റിവാർഡ് കിട്ടും. ദാറ്റ്സ് എ ഗുഡ് ഫീലിംഗ്. അത് നമ്മൾക്ക് കുറച്ചും കൂടി കൺസിസ്റ്റൻസി ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമ്മളുടെ വൈ കണ്ടുപിടിക്കണം. നമ്മൾ എന്തിനാണ് ഈ വെയിറ്റ് കുറക്കുന്നത്, എന്തിനാണ് ഹെൽത്തി ആവുന്നത്, എന്തിനാണ് വർക്കൗട്ട് ചെയ്യുന്നത്. നമ്മൾക്ക് വെയിറ്റ് കുറക്കണം എന്നുള്ളത് മാത്രമാവരുത് നമ്മുടെ ലക്ഷ്യം. കുറച്ചും കൂടി ഒരു ഡീപ്പായിട്ടുള്ളൊരു റീസൺ കണ്ടുപിടിക്കുക. ചിലപ്പോൾ നമുക്ക് വീണ്ടും കോൺഫിഡൻ്റ് ആവാനായിരിക്കാം, നല്ല അടിപൊളി ഡ്രസ്സ് ഇടുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് നല്ല എനർജി ഉണ്ടാവാനായിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പ്രൂവ് ദ പോയിൻറ്റ് ദറ്റ് എനിക്കിത് ചെയ്തെടുക്കാൻ പറ്റും, അതാവാം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമുക്ക് ഹെൽത്ത് അല്ലേ. നമ്മളിപ്പോൾ ചെയ്യുന്ന ഈ ഒരു കാര്യമായിരിക്കും നമ്മൾ ഫ്യൂച്ചറിൽ നമ്മുടെ ഓൾഡ് ഏജിൽ നമ്മൾ സ്ട്രോങ് ആയിട്ടിരിക്കാൻ. അപ്പോൾ എല്ലാ ഏജിലും നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി നമ്മുടെ ബോഡിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. അപ്പോൾ നമ്മുടെ വൈ സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് ഹൗ എന്നുള്ളത് കുറച്ച് ഈസിയർ ആവും. ചെയ്യാനുള്ളത് ഭയങ്കര ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ വെയിറ്റിൻ്റെ പുറകെ മാത്രം പോവാതെ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് വെയിറ്റ് കുറക്കുന്നത്, അല്ലെങ്കിൽ മസിൽ ബിൽഡ് ചെയ്യുന്നതുകൊണ്ട്, സ്ട്രെങ്ത് ട്രെയിനിങ് കൊണ്ട് ഒക്കെ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നതെന്നുള്ള കാര്യം എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം. അപ്പോൾ നമുക്ക് ഷോർട്ട് ടേം മോട്ടിവേഷനേക്കാളും കൂടുതൽ നമുക്ക് ലോങ് ടേം പേർപ്പസിലാണ് ഫോക്കസ് വരിക. അതുപോലെ നമ്മുടെ ഫ്യൂച്ചർ സെൽഫിനെ ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. നമ്മളിപ്പം മിററിൽ കാണുന്നതിനേക്കാളും നല്ല ടോൺഡ് ആയിട്ടുള്ള, നല്ല സ്കിന്നൊക്കെ ഗ്ലോ ചെയ്യുന്ന, നല്ല എനർജറ്റിക് ആയിട്ടുള്ള, യങ്ങറായിട്ടുള്ള നിങ്ങളെ നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്യുക. 6 months നല്ല സ്ട്രോങ്, കോൺഫിഡൻറ്റ്, ഫുൾ എനർജറ്റിക് ആയിട്ടുള്ള നമ്മുടെ വേർഷനെ പറ്റിയിട്ട് ഒന്ന് ചിന്തിക്കുക. അത് ശരിക്കും അതിപ്പോൾ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഹെൽത്തി ചോയ്സ് നമ്മൾ ചെയ്യുമ്പോഴും, ഓരോ വർക്കൗട്ട് തീരുമ്പോഴും, എവറി ടൈം നമ്മൾ ചെയ്യണ്ടെന്ന് തോന്നുമ്പോൾ വേണ്ട, നോ ഐ ഷുഡ് ഡു ഇറ്റ് ടുഡേ എന്ന് പറയുമ്പോഴും അത് നമ്മൾ ഒരു ഹെൽത്തി ചോയ്സ് എടുക്കുകയാണല്ലേ. അപ്പോൾ നമ്മുടെ വിഷൻ നമ്മളോട് ഒത്തിരി ക്ലോസ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ഫ്യൂച്ചർ സെൽഫിനെ പോലെ തന്നെ നമുക്ക് ഇപ്പോഴേ നമ്മളതായ പോലെ തന്നെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ കൺസിസ്റ്റൻസി, ഒരു ദിവസം കുറേ അങ്ങ് ചെയ്തിട്ട് അടുത്ത ദിവസം ചെയ്യാതിരിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലതാണ് ഒരു
എന്താ പറയുക, ഡെയിലി നമ്മളൊരു മീഡിയം ലെവലിൽ ചെയ്യുന്നത്. ഒരു പെർഫെക്റ്റ് ഡയറ്റോ അല്ലെങ്കിൽ 2 അവർ വർക്കൗട്ടോ ഒന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഡെയിലി നമ്മൾ ഒരു 20 മിനിറ്റ് വാക്ക്, ഒരു ഹെൽത്തി മീൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ അത് കൂട്ടിക്കൊണ്ട് വരാൻ പറ്റും നമുക്ക്. എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാം. ഇനി ഒട്ടും വയ്യാത്ത ദിവസങ്ങളിൽ ഒരു 20 മിനിറ്റ് വാക്ക് മതി, അല്ലെങ്കിൽ ഒരു നേരമെങ്കിലും നമ്മൾ ഹെൽത്തി ആയിട്ട് കഴിക്കുക. അങ്ങനെ ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പെർഫെക്ഷൻ നോക്കാതെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്നവർക്കാണ് നമുക്ക് കൂടുതൽ ഈ ഗോൾസ് അച്ചീവ് ചെയ്യാൻ നന്നായിട്ട് ചെയ്യാൻ പറ്റുക. സോ ഓരോ സമയം ഇനി നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് ഒരു സ്റ്റക്കാവുന്ന ഒരു കാര്യത്തിൽ വെയിറ്റ് സ്റ്റക്കായി ഒന്നും സംഭവിക്കുന്നില്ല എന്ന് നമുക്ക് തോന്നുമ്പോൾ ജസ്റ്റ് മനസ്സിലാക്കുക, അതൊരു ടെസ്റ്റാണ്. നമ്മുടെ യൂണിവേഴ്സ് നമ്മളോട് തന്നെ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ശരിക്കും ഇത് വേണോ? അങ്ങനെയാണെങ്കിൽ ഇത് മുന്നോട്ട് ചെയ്യുക, കീപ് ഷോയിങ് അപ്പ്. കാരണം ഒരു ദിവസം നിങ്ങൾ മിററിൽ നോക്കുമ്പോൾ നിങ്ങൾ റിയലൈസ് ചെയ്യും, നമ്മുടെ ബോഡി മാത്രമല്ല നമ്മൾ ചേഞ്ച് ചെയ്തത്, നമ്മുടെ ഹാബിറ്റ്സ്, നമ്മുടെ മൈൻഡ് സെറ്റ്, നമ്മുടെ എൻറ്റയർ ലൈഫ് തന്നെ നമുക്ക് മാറ്റിയിട്ടുണ്ടാകും. സോ ഈ വീഡിയോ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക, ഒരു കമൻറ്റെങ്കിലും ഇടുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇനിയും ഒരുപാട് പവർഫുൾ മൈൻഡ് സെറ്റ് ആൻഡ് ഫിറ്റ്നസ് മോട്ടിവേഷൻ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. ആൻഡ് റിമെമ്പർ, പ്രോഗ്രസ് എന്ന് പറയുന്നത്, പ്രോഗ്രസ് ഇസ് ഓൾവേസ് ഹാപ്പനിങ്. നമ്മൾ കാണുന്നില്ലെങ്കിലും ആ പ്രോഗ്രസ് അവിടെ നടക്കുന്നുണ്ട്. സ്റ്റേ കൺസിസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ഹെൽത്തി ഡേ ഞാൻ ആശംസിക്കുന്നു. അതുപോലെ എക്സസൈസിലും ഡയറ്റിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുക. നമുക്ക് ബി മോട്ടിവേറ്റഡ് ആൻഡ് ബി ഡിസിപ്ലിൻഡ്. മോട്ടിവേഷൻ ഇല്ലെങ്കിലും നമ്മൾ ചെയ്യേണ്ട കാര്യം കുറച്ചെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ഒരു ദിവസം നമ്മൾ ഫെയിലായാലും നെക്സ്റ്റ് ഡേ നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ എൻ്റെ ഫിറ്റ്നസ് ജേർണി ഇറ്റ് ഈസ് കണ്ടിന്യൂയിങ്. വലിയ കുഴപ്പമില്ല, ഡയറ്റൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് 12,000 സ്റ്റെപ്സ് എടുത്തു, 1 അവർ വർക്കൗട്ട് ചെയ്തു. സ്ട്രെങ്ത് ട്രെയിനിങ് ഇന്ന് ചെയ്തില്ല, കാരണം ഞാനിന്ന് ടയേർഡായിരുന്നു. നാളെ കണ്ടിന്യൂ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഹാപ്പിയാണ്. സ്ലോലി എൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ചെയ്യുന്നത് പോലും എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ, നല്ലൊരു ഗുഡ് മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. സോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിനൊപ്പം എനിക്ക് എന്നെ തന്നെ ഹെൽപ്പ് ചെയ്യാനും പറ്റുന്നുണ്ട്. സോ അതൊരു വലിയ കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം. അതുവരേക്കും ബൈ.